പഞ്ചാബി കലാരൂപമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ ഉണ്ട്. ഒപ്പം തന്നെ തെയ്യമുണ്ട്, കേരളത്തിലെ പ്രാചീന കലകളുണ്ട്. അങ്ങനെ ഒരു വലിയ ആഘോഷത്തിന്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ ലോകത്തെ ഒപ്പം തന്നെ ഇന്ത്യയെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടൊരു സൗഹാർദ്ദത്തിന്റെ മറ്റൊരു അധ്യായം കൂടി തുറക്കുകയാണ് ഈ ഓണാഘോഷം എന്ന് പറയുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ചുറ്റിലും കാണുന്നത്. ആ സൗഹാർദ്ദത്തെ പൂർണ്ണമായും മലയാളികൾ ഏറ്റെടുക്കുന്നു. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വന്ന ആളുകൾ ചുറ്റും കൂടി നിന്ന് ആ ഓണാഘോഷം അത് ഏറ്റവും വലിയ ആഘോഷമായി അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ കാഴ്ചകളാണ് ഓരോ ഘട്ടത്തിലും നമ്മൾ കണ്ടത്. എന്തായാലും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. കവടിയാറിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര അതിന്റെ ഒരു ഭാഗം ഇപ്പോൾ വെള്ളയമ്പലം പിന്നിടുക മാത്രമാണ് ചെയ്യുന്നത്. ഇനിയും മണിക്കൂറുകളെടുക്കും. ഈ രാത്രി ഇരുട്ടാകുമ്പോഴേക്ക് എല്ലാ ഫ്ലോട്ടുകളിലും ഒപ്പം തന്നെ ദൃശ്യങ്ങളിലും എല്ലാം അവർ ലൈറ്റൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ നഗരവീഥികൾ പൂർണ്ണമായും അതിന്റെ വെളിച്ചത്താൽ നിറയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആഘോഷകരമായ, ഏറ്റവും ആഹ്ലാദിപ്പിക്കുന്ന കാഴ്ചയായി മാറാൻ പോകുന്നത്. അത് അല്പസമയത്തിനകം ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും നോക്കും, ഒരു മണിക്കൂറുകൾ, നീണ്ട മണിക്കൂറുകൾ ഉള്ള കാത്തിരിപ്പാണ് ഇവർക്കൊക്കെയും ഇവിടെയുള്ളത്. മണിക്കൂറുകളായി ഇവരൊക്കെ കാത്തിരിക്കുകയാണ്. വളരെ ഹാപ്പിയാണോ? എങ്ങനെയുണ്ട് ഘോഷയാത്ര? സൂപ്പറാണോ? സൂപ്പർ സൂപ്പർ. അങ്ങനെയാണ്, ഇതെല്ലാം സൂപ്പറാണ്. ഹാപ്പിയാണോ? ഘോഷയാത്ര എങ്ങനെയുണ്ട്? ഘോഷയാത്ര എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. എല്ലാ തവണയും വരുന്നുണ്ടോ? എല്ലാം ഇത്തവണത്തെ കുറച്ചുകൂടി നല്ലതാണോ? അടിപൊളി അടിപൊളി. ഉഗ്രനായിരുന്നു. ഘോഷയാത്ര എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കുറെ സമയമായി വന്നു നിന്നിട്ട്. ഇതാണ് എല്ലാവരും പറയുന്നത്. ഇത് തന്നെയാണ് വലിയ ആഘോഷത്തിൽ ഈ സന്തോഷം. തീർച്ചയായും തിരുവനന്തപുരത്തിന്റെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം വാരാഘോഷം എന്ന് പറയുന്നത്. ആ വാരാഘോഷത്തിന്റെ സമാപ്തിയിലേക്കാണ് ആഘോഷപൂർവ്വം എല്ലാവരും കടക്കുന്നത്. എങ്ങനെയുണ്ട് പോലെ ഘോഷയാത്ര? കണ്ടോ? സൂപ്പറാണോ? എന്തൊക്കെയാ കണ്ടേ? അവിടെ കാണാൻ വന്നിരിക്കുന്ന ആളുകളോട് സംസാരിക്കുകയാണ് വിജയൻ. കനകക്കുന്നിൽ നിന്ന് RB സനൂപ് ചേരുന്നുണ്ട്. സനൂപ്, ഇത്ര ദിവസമായി കനകക്കുന്നായിരുന്നു ഇതിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള സ്ഥലം. നമ്മൾ കണ്ടതാണ് എത്രത്തോളം പരിപാടികൾ ഈ ഒരാഴ്ച കൊണ്ട് കനകക്കുന്നിൽ അരങ്ങേറി, എത്രത്തോളം ആളുകൾ അങ്ങോട്ടെത്തി. സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ അപ്പുറം ആളുകളുടെ ഒരു വലിയ തിരക്ക് നമ്മൾ ഓരോ വൈകുന്നേരങ്ങളിലും അവിടെ കണ്ടതാണ്. വിവിധ കലാകാരന്മാർ, VIP എല്ലാവരും എത്തിയിട്ടുള്ള പല പല പരിപാടികൾ, ഫുഡ് കോർട്ടുകൾ, അങ്ങനെ പല രീതിയിലും കനകക്കുന്ന് ആളുകളെ അത്രയധികം സന്തോഷിപ്പിച്ചു ഈ ഓണത്തിന് എന്നതാണ് ആ ജനങ്ങളുടെ അത്രയധികമുള്ള വരവുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ആ ഭാഗത്ത് ഇപ്പോഴും ആളുകൾ തങ്ങി നിൽക്കുന്നത് കാണാം. പ്ലോട്ടുകളൊക്കെ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ടോ ആ ഭാഗത്തുകൂടി? എത്രത്തോളം ആളുകൾ എത്തിയിട്ടുണ്ട് ഇത്തവണ? ധന്യക്ക് തിരുവനന്തപുരത്തുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രമുഖ വ്യക്തിയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഫ്ലോട്ടായിട്ട് വേറെ ആരുമല്ല, നമ്മുടെ അനന്തപുരിയുടെ അഭിമാനം, കേരളത്തിൻ്റെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനം, ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ നിശ്ചല ദൃശ്യമാണ് ഈ കാണുന്നത്. ഏവർക്കും, അതായത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം നൽകുന്ന ഒരു ഫ്ലോട്ട് തന്നെയാണ്. ഇപ്പോൾ മഹാബലിയും അതിൽ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തെ മഹാബലിയാണ് ആ കണ്ടത്. അത്തരത്തിൽ ഈ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഫ്ലോട്ടുകൾ ഒരുക്കി, 60ഓളം ഫ്ലോട്ടുകൾ ഒരുക്കിക്കൊണ്ട് വലിയ ആഘോഷ പരിപാടിയോടുകൂടി വർണ്ണശബളമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഘോഷയാത്ര ഇപ്പോൾ അനന്തപുരിയുടെ വീതിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, ISRയുടെ ഫ്ലോട്ട് കണ്ടായിരുന്നു, ടൂറിസം വകുപ്പിന്റെ ഫ്ലോട്ട് കണ്ടായിരുന്നു, PWയുടെ ഫ്ലോട്ട് കണ്ടായിരുന്നു. അത്തരത്തിൽ 60ഓളം ഫ്ലോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ നേരത്തെ തന്നെ ഈ അനന്തപുരിയുടെ വീതിയുടെ 2 ഭാഗത്തായിട്ട് ജനങ്ങൾ അണിനിരന്നു ഈ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി. അവരുടെയൊക്കെ പ്രതികരണം അല്പം മുമ്പ് ഷിജോയും മറ്റുമൊക്കെ എടുത്തു നൽകിയാണ്. അവരെത്രത്തോളം സന്തോഷത്തിലാണ് ഈ ഓണം ആഘോഷിച്ചത് എന്നതിൻ്റെ
ഒരു തെളിവാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഈ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ, ഈ മത്സരബുദ്ധിയോടുകൂടി തയ്യാറാക്കിയിട്ടുള്ള ഈ വീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ഫ്ലോട്ടുകൾ കാണുന്നതിന് വേണ്ടി അക്ഷമരമായിട്ട് ഉച്ച മുതൽ തന്നെ കാത്തു നിൽക്കുന്ന ജനങ്ങളെയാണ് കണ്ടത്. അവരുടെ ആ വാക്കുകളിൽ നിന്ന് അവർ ആഘോഷിച്ച എത്രത്തോളം ആഘോഷ ലഹരിയിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഈ ഓണം വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊന്നും തന്നെ ഉണ്ടായില്ല. ഈ ചൂരൽമല ദുരന്തമൊക്കെ ആയിട്ട് വലിയ കുറഞ്ഞ പരിപാടികളൊക്കെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഘോഷയാത്ര തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് ഇത്തവണ വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ടൂറിസം വകുപ്പ് ഈ ഓണം വാരാഘോഷം 7 ദിനരാത്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 33 വേദികളായിട്ട് അനന്തപുരിയുടെ ഓരോ രാത്രികളിലും ഈ അലങ്കാര ദൃശ്യങ്ങൾക്ക് പുറമെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ കൊണ്ട് വളരെയധികം ശ്രദ്ധേയമാക്കാനും കഴിയുന്നു. നമ്മൾ മീഡിയാവൺ തന്നെ ഗാന സന്ധ്യയും മറ്റുമൊക്കെ ഒരുക്കിയതാണ്. അതെല്ലാം തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത് വളരെ മനോഹരമായിട്ട് അവർ ഈ ഓണം ആഘോഷിക്കുന്നു. ചെണ്ട കലാകാരന്മാരാണ് ഇവിടെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആ താള ലയത്തിൽ ലയിച്ച് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ തന്നെ പ്രത്യേകം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ഓരോ പരിപാടികളും, അതായത് ജനങ്ങൾ പരമാവധി ആസ്വദിക്കണമെന്നുള്ള ലക്ഷ്യം തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ കണ്ടതൊക്കെ എങ്ങനെയുണ്ട്? എപ്പോഴാ വന്നത്? എപ്പോ വന്നിരിക്കാൻ തുടങ്ങിയതാ? 4:00 അപ്പോഴാണ് വന്നത്. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിട്ടുണ്ട്. മുമ്പത്തെ കാട്ടിലും നല്ല ക്വാളിറ്റി ഉണ്ട് തോന്നുന്നുണ്ട്. ഇപ്പോഴും നല്ലതായിട്ട് വരുന്നുണ്ട്. ഓണമൊക്കെ അടിച്ചു പൊളിച്ചായിരുന്നു? അടിച്ചു പൊളിച്ചു. എങ്ങനെയുണ്ട് മാമ? എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. തൃശ്ശൂർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലോട്ട് ഏതായിരുന്നു? ഫ്ലോട്ട് ഡ്രഗ്സിന്റെ, പോലീസിന്റെ ഡ്രഗ്സിന്റെ. തിരുവനന്തപുരത്ത് ആരെങ്കിലും ഉണ്ടോ? തിരുവനന്തപുരത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ, ഉണ്ട്. നമ്മളെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഫ്ലോട്ട് പോയി. എങ്ങനെ ഉണ്ടായിരുന്നത്? അടിപൊളി. അങ്ങനെ ആൾക്കാരെല്ലാം തന്നെ വളരെയധികം ആഘോഷ ലഹരിയിൽ തന്നെയാണ് ധന്യ. അവരെല്ലാവരും തന്നെ ഓരോ ഫ്ലോട്ടും അതുപോലെ തന്നെ ഓരോ കലാരൂപങ്ങളും ഓരോരുത്തരുടെയും പരിപാടികളും വളരെയധികം സസൂക്ഷ്മം വീക്ഷിച്ച് ആസ്വദിച്ച് തന്നെയാണ് ഈ ഒരു ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഒരു ദുഃഖം മാത്രമേ പറയാനുള്ളൂ, 7 ദിവസം മാത്രമേ നീണ്ടു നിന്നോളൂ എന്നുള്ളൊരു ദുഃഖം മാത്രമാണ് നമുക്ക് പറയാനുള്ളൂ. കാരണം ഈ 7 ദിവസം അനന്തപുരി അക്ഷരാർത്ഥത്തിൽ ഉത്സവത്തിൽ ആറാടുകയായിരുന്നു. ആ വാക്ക് തന്നെ ഉപയോഗിക്കും, ആറാടുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പരിസമാപ്തിയിലെത്തുമ്പോൾ അത് വർണ്ണശബ്ദമായിട്ടുള്ള ഈ ഘോഷയാത്രയോടുകൂടി തന്നെ നടത്തണമെന്നുള്ള ഒരു അത് കാണാൻ വേണ്ടി, ആ ഒരു ആഘോഷം കാണാൻ വേണ്ടി വളരെ ആവേശപ്പെടുന്ന ജനങ്ങൾ, ഈ വശത്ത് തിങ്ങി നിൽക്കുന്ന ജനങ്ങൾ അവർ ഈ ഓരോ പരിപാടിയും കണ്ട് ആസ്വദിക്കുന്നു. എന്തായാലും അടുത്ത എക്സൈസ് വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാണ് ഇന്ത്യൻ ജനാധിപത്യ ബോധം ഊട്ടിയുറപ്പിക്കുന്ന കേരള സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്രയാണ് നടക്കുന്നത്. ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ പ്ലോട്ടുകളുണ്ട്, വിവിധ വകുപ്പുകളുടെ പ്ലോട്ടുകളാണ് നിരക്കുന്നത്. ഒപ്പം തന്നെ നിരവധി കലാകാരന്മാരുടെ, വിവിധ സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരുടെ
കലാവിരുന്നും ഒരുക്കിയിട്ടുണ്ട്. അത് കടന്നു പോവുകയാണ്. മാനവീയം വീതിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഘോഷയാത്ര കവടിയാറിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലാണ് സമാപിക്കുക. അത്ര ദൂരെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. എല്ലാവരും അഭിപ്രായപ്പെട്ടതുപോലെ ഇതുവരെ കാണാത്ത, ഇത്രയും വർഷങ്ങളിലില്ലാത്ത അത്രയും പുതുമയോടെ അത്രയും ഭംഗിയോടെയാണ് ഓരോ കലകളാണെങ്കിലും പ്ലോട്ടുകളാണെങ്കിലും അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ആളുകൾ അവിടെ നിന്ന് അഭിപ്രായപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ഓരോ വകുപ്പിന്റെയും വലിയ മത്സരം അവിടെ നടക്കുന്നുണ്ട്. വകുപ്പുകളുടെ മത്സരത്തിൽ ഈ പ്ലോട്ടിനനുസരിച്ചാണ്, പ്ലോട്ടിന്റെ എങ്ങനെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്, എന്താണ് അതിന്റെ പ്രത്യേകതകൾ എന്നതിനൊക്കെ അനുസരിച്ചാണ് അതിന് സമ്മാനമുണ്ടായിരിക്കും. അത്തരത്തിൽ ഓണാഘോഷത്തിന്റെ ഒരാഴ്ചയായി തുടരുന്ന ഓണാഘോഷത്തിന്റെ പരിപാടികൾക്കാണ് ഈ ഘോഷയാത്രയോടുകൂടി സമാപനമാകുന്നത്. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ്. ഇതുവരെ കാണാത്ത തരത്തിൽ പുതിയ കാഴ്ചകൾ കാണിക്കുന്നു തലസ്ഥാനത്തെ എന്നതുകൂടിയാണ് സവിശേഷത. ഇപ്പോൾ ഏതൊക്കെ പ്ലോട്ടുകളാണ് കടന്നുപോയിരിക്കുന്നത്, എത്ര വലിയ മത്സരം വകുപ്പുകൾ തമ്മിൽ നടക്കുന്നുണ്ട്? ഇതുവരെ കാണാത്ത കാഴ്ചകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് പറയാം. എന്തൊരു വൈബാണെന്നറിയാവോ? കാരണം ഓണാഘോഷത്തിന് ഇതിനും മാത്രം വൈബ് ഈ തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരുപക്ഷെ ഇന്ന് നമ്മൾ സംശയിച്ചാൽ അത് അധികമാവില്ല. അത്രമാത്രം എന്തൊരു വൈബാണ്, എന്തൊരു കളറാണ്, എത്ര മനോഹരമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണാഘോഷമെന്ന് ഈ പറയുന്ന കാഴ്ചകൾ കാണിച്ചു തരും. തിരുവനന്തപുരം നഗരത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള ആളുകൾ, കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ ഈ 2 വഴിയോരങ്ങളിലും ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തുകെട്ടി നിൽക്കുകയാണ്. എത്രയോ മണിക്കൂറുകളായി കാത്തുകെട്ടി നിൽക്കുകയാണ്. എത്ര നേരം കാത്തു നിൽക്കുക? 1 മാസമായി ഇത് വേണ്ടി കാണാൻ കാത്തിരിക്കുക അല്ലെ? എങ്ങനെയുണ്ട് ഈ വൈബ്? എങ്ങനെയുണ്ട്? ഇവിടെയോ? എവിടുന്നാ വരുന്നേ? രണ്ടുപേരും തിരുവനന്തപുരത്തിന്റെ വൈബ് മൊത്തത്തിൽ നമുക്ക് കാണാൻ വരുന്നുണ്ട്. എന്തൊരു പൊളിയാണല്ലേ? എന്താണ് നമ്മുടെ ഈ പുറത്തുള്ള ആളുകളോട് നമുക്ക് പറയാൻ എന്താ ഉള്ളത്? വരണം, ട്രിവാൻഡ്രം വരണം. സ്പെഷ്യലി നമ്മുടെ ഒരു ഓണം, അതുപോലെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ആ ഒരു വൈബ്, ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആൻഡ് ആ ഒരു യൂണിറ്റി നല്ലതാണ് കാണാൻ, നല്ല വൈബാണ്. എൻ്റെയർ യൂണിറ്റി, അബ്സല്യൂട്ട്ലി അതാണ് ശരി. എൻ്റെയർ യൂണിറ്റി എന്ന് പറയാം. പന്തളത്ത് നിന്നും അങ്ങ് പാലക്കാട്ട് നിന്നും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം ആളുകൾ നെടമോനെ എങ്ങനെ പൊളിയല്ലേ? കൊള്ളാം. ഈ കൊള്ളത് മാത്രമേ പറയാനുള്ളൂ, വേറൊന്നും പറയില്ലേ? കൊള്ളാം. അത് തന്നെ. പല ആളുകൾക്ക് വേറെ എന്താ പറയണമെന്ന് അറിയത്തില്ല. എന്തായാലും പൊളിയാണ്, വൈബാണ്, കിടുവാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും ധനിയ ഈ കാഴ്ചയൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ധനിക്ക് ഇത് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും കോഴിക്കോട് നിന്ന് ഇവിടേക്ക് വരാൻ ലീവ് കിട്ടാത്തത് കൊണ്ട് തന്നെ വരാത്തതാണെന്നും എനിക്ക് മനസ്സിലാക്കാം. എന്തായാലും തിരുവനന്തപുരത്തിന്റെ ഓണാഘോഷം ഇത് തിരുവനന്തപുരത്തിന് മാത്രമല്ല, ഇത് കേരളത്തിന്റെ മുഴുവൻ ആഘോഷമാണ്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്രയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. വിവിധ വകുപ്പുകളിലെ പ്ലോട്ടുകൾ ഇങ്ങനെ കടന്നു പോകുന്നത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഫിഷറീസ് വകുപ്പിന്റെ, മത്സ്യബന്ധന വകുപ്പിന്റെ ഒരു പ്ലോട്ടാണ്. മുമ്പിൽ ഒരു മത്സ്യത്തിന്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു എംബ്ലം വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് പലതരത്തിലുള്ള കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കണ്ണഞ്ചിപ്പിച്ച് നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാം. കുഞ്ഞു കുട്ടികളടക്കമുള്ള ആളുകൾ, നേരത്തെ ബിജിൻ സംസാരിക്കുമ്പോൾ അടക്കം എത്രയോ കുഞ്ഞു കുട്ടികളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. എത്രയോ പ്രായമായ ആളുകൾ, കൈക്കുഞ്ഞുങ്ങൾ, അങ്ങനെ പ്രായഭേദമന്യേ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾക്ക് മുമ്പേ ഇവിടെ കാത്തുകെട്ടി നിൽക്കുന്ന ആളുകളുണ്ട്. മാസങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാർ അവരുടെ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട തീയതി പ്രഖ്യാപിച്ച സമയം മുതൽ അന്ന് 9-ാം തീയതി ഞാൻ കേരളത്തിലുണ്ട് എങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് വരും എന്ന് തീരുമാനിച്ച ആളുകളുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ ഈ ഒരു ആഘോഷം കാണാൻ വേണ്ടി, സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ ആഘോഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മാസങ്ങൾക്ക് മുമ്പേ സമയമെടുത്ത് വന്ന ആളുകളുണ്ട്. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് കാത്തുകെട്ടി മണിക്കൂറുകൾക്ക് മുമ്പേ നിന്ന ആളുകളുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം ഓണാണ്, ഓണം വൈബാണ്. ഓണാണെന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് ഇങ്ങനൊരു ആഘോഷം തലസ്ഥാനത്ത് കണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയുണ്ട്? തിരുവനന്തപുരം ഓണല്ലേ?